അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഴുക്കുപുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് ആദ്യം തന്നെ നമുക്ക് കഴുകിയെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കഴുകുന്നില്ല. അപ്പോൾ മുൻപ് ഒരു മെഴുക്കുപുരട്ടി ചെയ്തിരുന്നു. ആ സമയത്ത് അതിനൊരു ഒട്ടുന്ന ടെൻഡൻസി കൂടുതലായിരുന്നു. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തണ്ടൊന്ന് മുറിച്ച് കളയാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെയല്ല, ഇപ്പം നമ്മൾ വളരെ ചെറുതാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിനെ സ്ലൈസസ് ആക്കാം. ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ആദ്യം നടുമുറിക്കാം. പിന്നെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി മുറിച്ചെടുക്കാം. ഈ ഒരു കട്ടിയിൽ മുറിച്ചാൽ മതി. ഇനി ഇതിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ നീളത്തിലുള്ള വഴുതനങ്ങയാണ്, ഇത്ര വണ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വഴുതനങ്ങ നല്ലൊരു ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അതേപോലെ ഒരു 1/4 ഇഞ്ച് സൈസിൽ ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വഴുതനങ്ങ മെഴുക്കുപുരട്ടി തയ്യാറാക്കിയത്. അതിന് പകരം ഇപ്രാവശ്യം ഇതിനെ ഒന്നുകൂടി ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചെറുതാക്കാം. എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്നതിൽ അനുഗ്രഹീതരാണ് നമ്മൾ മലയാളികളെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ സദ്യവട്ടങ്ങളിലേക്ക് ഓരോരോ കൂട്ടാനുകളെ നമ്മുടേതായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. മിക്കവയും നമുക്ക് LCHF അനുവദിച്ച ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് തയ്യാറാക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ മുഴുവനും മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപ്പിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് ഇടുന്ന ഉപ്പ് മതിയാകും. നേരത്തെ ഉപ്പിട്ട് വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് കിനിഞ്ഞു വരും. അങ്ങനെ വരാനാണ് നമ്മൾ ഒരു അരമണിക്കൂറോളം ഉപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. ഇതുപോലത്തെ 2 വഴുതനേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് മുറിച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി 2 പേർക്ക് കഴിക്കാൻ ഇത്രയും മതിയാകുമെന്ന്. അപ്പോൾ 3 എടുത്തതിൽ നിന്ന് 1 ഞാൻ ഇവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. 2 ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അമർത്തിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. കണ്ടില്ലേ വെള്ളം ഇറങ്ങി വരുന്നത്? പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളൊരു ചോറുരുള പോലെ ഒട്ടിയിട്ടുണ്ടാകും. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെ നമുക്ക് വിതറി കൊടുക്കാം. ഇങ്ങനെ മുഴുവനും പിഴിഞ്ഞെടുക്കാം. മുൻപൊക്കെ ചേന എപ്പോഴും ഞാൻ ഇതുപോലെ മെഴുക്കുപുരട്ടി തയ്യാറാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറ്റിൽ വന്നതിന് ശേഷം പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കിയപ്പോൾ ചേനയെ മറന്നു കളഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇത്രത്തോളം വെള്ളം അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അല്പം കൂടി ബാക്കിയുണ്ട്, അതും കൂടെ പിഴിഞ്ഞെടുക്കാം. ഇനി ഈ വെള്ളം കളയാം. ഇനി ഈ വഴുതനയെ നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. ഇതിലേക്കൊരു 10 ചെറിയുള്ളി ചതച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണോളം സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരാൾക്കാണെങ്കിൽ ഒരു വഴുതനയും 3 സ്പൂൺ സവാളയും മതി കേട്ടോ. ഇനി ഉടനെ തന്നെ നമുക്ക് തോരനാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വഴുതനയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർത്തത്. ഇതില്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോയിട്ട് ഒരു മുരിഞ്ഞ സ്മെല്ല് വരും. അതാണ് നമ്മൾ വറുത്തെടുത്തതിൻ്റെ ഒരു അടയാളം. അങ്ങനെ മുരിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം.
ഇനി മുളക് പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വഴുതനങ്ങ പൊതുവെ പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെളിച്ചെണ്ണ തന്നെ മതി ഇത് വെന്ത് വരാൻ. പിന്നെ നമ്മളൊന്ന് അടച്ച് വെക്കുമ്പം അതിൻ്റെ ഒരു നീരാവിയൊക്കെ തട്ടിയിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ ഈ പാനിലേക്ക് ഇറങ്ങും. ആ ഒരു വെള്ളം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടി അടച്ച് വെച്ച് തന്നെ വേവിക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ വീണ്ടും തുറന്നു നോക്കി 8 മിനിറ്റ് ആയപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങ ഒന്നും അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വേറെ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയുള്ളി ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി സമയക്കുറവുള്ളവർക്ക് പെട്ടെന്ന് സവാളയാണല്ലോ എളുപ്പം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം, അതാണ് ടേസ്റ്റ്. കണ്ടില്ലേ, വഴുതനങ്ങ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. മറ്റേത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് കുഴഞ്ഞു പോകുമെന്നൊരു സംശയമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ആയാസത്തിൽ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുഴഞ്ഞു പോകുന്നില്ല. നമ്മൾ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതുകൊണ്ടായിരിക്കാം 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇത് മീൻ പൊരിച്ചതിനോട് കൂട്ടിയിട്ടാണ് കഴിച്ചത്. കണ്ടില്ലേ, പ്ലേറ്റിലേക്ക് മാറ്റുമ്പം നന്നായിട്ട് പിറുപിറുന്നനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.